സ്വാഗതം എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാത്തിരിപ്പ് അവസാനമാവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് FC ഗോവയുടെ മൊറോക്കൻ സൂപ്പർ താരമായ നോവ സദോയി എത്താനായിട്ട് പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. FC ഗോവ ഈ സീസണിൽ നിന്ന് പുറത്താവുകയോ അല്ലെങ്കിൽ ISL അവർ ജേതാക്കളായാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കൊച്ചി വിസിറ്റ് ചെയ്യുകയും അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തുകയും ബ്ലാസ്റ്റേഴ്സുമായി ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇന്ന് രാവിലെയോടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോവ സദോയും തമ്മിൽ ഇപ്പോൾ ധാരണ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു നോവ സദോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ. 2 വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സും നോവ സദോയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. കൂടാതെ അത് കഴിഞ്ഞ് നോവ സദോയെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ ആവശ്യമുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇനിയുമുണ്ടെങ്കിൽ അത് കഴിഞ്ഞും കരാർ നീട്ടാൻ സാധിക്കുമെന്നുള്ള ഒരു കരാറിനും അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് വമ്പൻ ഓഫർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഓരോ വർഷവും 3 കോടി രൂപ വെച്ചാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി ബ്ലാസ്റ്റേഴ്സ് നൽകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 2 വർഷത്തെ കരാറിലാണ് നോവ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ ഈ 2 വർഷവും കൂടെ താരത്തിന് 6 കോടി രൂപ ലഭിക്കും പ്രതിഫലമായി. എന്തായാലും താരത്തിന് ഇപ്പോൾ 6 കോടി രൂപയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓരോ വർഷവും 3 കോടി വീതമാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകുക. എന്തായാലും ഈ വമ്പൻ ഓഫർ സ്വീകരിച്ചുകൊണ്ട് തന്നെയാവണം നോവ സദോയി മറ്റ് ടീമുകളുടെ ഓഫർ നിരസിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള കാരണം. ഒഡീഷ FCയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒഡീഷ FCയുടെ കരാർ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയതെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഇതിപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത് KL ആണ്. KL പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ പ്രബീർ ദാസിനെ സ്വന്തമാക്കിയെന്ന് KL പറഞ്ഞതിന് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേ ബ്ലാസ്റ്റേഴ്സ് പ്രബീർ ദാസിൻ്റെ സൈനിങ്ങിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മളെ അറിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നോവ സദോയുടെ കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്.